ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, നല്ല ജീരകം. തേങ്ങ വലിയ തേങ്ങ ആയതുകൊണ്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തത്. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങ മുഴുവനായിട്ട് എടുക്കണം. ഇത്രയും പച്ചക്കറിയിലേക്ക് ഇനി കുറച്ച് 5-6 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത്രയും മതി. വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കുക. ചതഞ്ഞാൽ മതി, അരിഞ്ഞു പോവരുത്. അരിഞ്ഞു പോയാൽ അവിയൽ കറി വെച്ച പോലെയാവും. പച്ചക്കറികൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചേന കഷ്ണങ്ങൾ, കുറച്ച് കായ, നേന്ത്രക്കായ, കുറച്ച് കയ്പ. മുകളിലത്തെ ആ മുള്ളു പോലെ ഇരിക്കുന്ന സാധനമൊക്കെ ക്ലീൻ ചെയ്തതാണ്, നന്നാക്കി എടുത്താണ്. കുറച്ച് എല്ലാം ഒരേ വലിപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞതാണ്, നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഇനി കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങൾ. പിന്നെ അവിയലിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുരിങ്ങക്കായ. പിന്നെ കുറച്ച് പടവലം, മുകളിലത്തെ ആ വെള്ള ഇത് പോക്കിയെടുത്തത്. പിന്നെ പയർ, വലിയ പയറല്ലെങ്കിൽ ബീൻസ് ഇട്ടാലും മതി. ഇനി കുറച്ച് കുമ്പളത്തിൻ്റെ കഷ്ണം നീളത്തിലരിഞ്ഞത്. എല്ലാം നീളത്തിലരിയണം. പിന്നെ ഇനി വേണമെങ്കിൽ വെള്ളരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളരി ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വെള്ളരി ചേർത്തിട്ടില്ല കേട്ടോ. ഇനി അര ടീസ്പൂൺ മതി കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ അവിയലിലേക്ക് വേണ്ടത്. ഈ വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്നും കൂടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ചേർത്തത്, പൊടിയുപ്പാണെങ്കിലും മതി. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ഇനി നോക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും പിടിക്കണം. നന്നായിട്ട് കഷ്ണങ്ങളിലൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും മതി. കുറച്ച് വെള്ളം അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് അടുപ്പത്ത് വയ്ക്കാം. കീറിയ പച്ചമുളക് ഒരു 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകരുത് കേട്ടോ. ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തേങ്ങ ഒന്ന് സെറ്റാവട്ടെ. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പാണ് എടുത്തത്, ഇതിന് 1 കപ്പ് തൈര്.
എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഇടയ്ക്ക് നോക്കണം കേട്ടോ, വെള്ളം ഉണ്ടോയെന്നുള്ളത്. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് എടുത്ത് മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരിച്ചിരി ചൂടുവെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് നല്ലോണം ഞെരടിയിട്ടിട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വറുത്തിടുകയൊന്നും വേണ്ട. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇതിന് നന്നായിട്ട് ടേസ്റ്റ് കൂട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ തീ ചെറിയ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഒന്ന് ഇളക്കി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പും തൈരും എല്ലാം കൂടി നന്നായി ചെറുതായിട്ട് ഇറക്കി കൊടുക്കണേ. ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. തുറന്ന് നോക്കി ഇങ്ങനെ മതി കേട്ടോ. ഒന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം പാകത്തിനാണ്. ഉപ്പൊക്കെ പാകത്തിനാണ്. ഉപ്പൊക്കെ നിങ്ങൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം